ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ദേവയാനി എല്ലാവരുടെയും മുമ്പിൽ വെട്ടി തുറന്ന് പറയാണ് കേട്ടോ. നയനയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നയനയാണ് എനിക്ക് കരൾ തന്നത്, നയന എൻ്റെ മരുമകളല്ല മകളാണ് എന്നൊക്കെയുള്ള കാര്യം വെട്ടി തുറന്ന് പറയാണ് ജലജയുടെയും ജാനകിയുടെയും അനാമികയുടെയും മുമ്പിൽ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇപ്പോൾ തന്നെ ജാനകിക്കും ജലജയ്ക്കും അനാമികയ്ക്കും സംശയം തോന്നി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ദേവയാനി നയനയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുമുണ്ട് കേട്ടോ. ഇപ്പം ഏടത്തി പഴയതുപോലൊന്നും അല്ല, ഏടത്തി നയനയെ നന്നായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ആദർശിൻ്റെ കൊച്ചെന്നും പറഞ്ഞ് അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ അങ്ങ് സ്നേഹിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി. എപ്പോഴും നയനെ എതിർക്കുന്ന ഏടത്തി ഇപ്പം അത് ചെയ്യുന്നില്ല എന്ന് പറയുക ജലജ. അപ്പം ജാനകി പറയാ അവരത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മകൻ ആദർശിന് വേണ്ടിയിട്ടാണ്. അവന് നയനെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഏടത്തി ഇപ്പം അവളെ സപ്പോർട്ട് ചെയ്തങ്ങ് നിൽക്കുന്നത് എന്ന് പറയാണ്. പിണങ്ങി കഴിഞ്ഞാൽ അവളെ ഇറങ്ങി അവളുടെ വീട്ടിലോട്ട് പോയാലോ എന്ന് പറയുക. അപ്പോൾ ജാനകി അങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയാണ് അതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്യമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. അന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞും കുറച്ച് നാളത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് അവളുടെ വീട്ടിൽ പോകുമ്പം വല്യമ്മ പോയി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ആദർശേട്ടൻ പറഞ്ഞിട്ടാണെന്നും ആദർശേട്ടൻ അവളില്ലാതെ ജീവിക്കാൻ പാടില്ലാണ്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദർശം നയനയും തമ്മിലും പ്രശ്നങ്ങളുണ്ടായപ്പോഴും വല്യമ്മ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് വല്യമ്മ ശ്രമിക്കുകയായിരുന്നു. ആദർശം നയനയും കൂടി പിണക്കമായിരുന്ന സമയത്ത് വല്യമ്മയ്ക്ക് നയന എന്ന് പറഞ്ഞ ജീവൻ തന്നെയായിരുന്നു. ആദർശേട്ടൻ കുറ്റം പറയുമ്പോഴും നയനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോൾ ജലജയം പറയുന്നുണ്ട് അതെ ഇതിൻ്റെ അകത്ത് എന്തോ കളിയുണ്ട്, നമ്മുടെ മുമ്പിൽ 2 പേരും കൂടെ നാടകം കളിക്കുകയാണോ എന്ന് സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് അതെ ശരിയാ, അച്ഛനും അമ്മയും മറ്റുള്ളവരും എല്ലാം നമ്മളെ അങ്ങ് 3 പേരെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അബി പിന്നെ ഒരു കാര്യങ്ങളും അറിയില്ല, അവനൊരു വെറും പൊട്ടൻ. അതേസമയം ബാക്കിയുള്ളവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കാര്യങ്ങൾ നടത്തുകയാണ്. നമ്മളാണ് ഇവിടെ മണ്ടന്മാരാവുന്നതെന്നാണ് തോന്നുന്നതെന്ന് പറയാം. അപ്പോൾ അനാമികയും പറയുന്നുണ്ട് ശരിയാ, നമുക്ക് നല്ല ബുദ്ധിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ നമ്മളെക്കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല, ഇതിൻ്റെ അകത്ത് സത്യം നമുക്കറിയണമെന്ന് പറയാം. അപ്പം ജലജ പറയുന്നുണ്ട് ഞാൻ സത്യം അറിയാൻ ശ്രമിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ ഏടത്തിയുടെ പുറകെ കൂടിയും അതുപോലെ ആ നവ്യയെ ഒന്ന് ചൊടിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവളിൽ നിന്നും കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഇപ്പം തന്നെ നവ്യയ്ക്ക് അവരോട് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ട് അവളോട് ചെന്നൊന്ന് ചൊറിഞ്ഞാൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറയുക. അങ്ങനെ നവ്യയോട് ചെന്നിട്ട് ഈ കാര്യം ജലജ പറയുന്നുണ്ട് കേട്ടോ. ജലജ പറയാണ് നവ്യെ, നിൻ്റെ അനിയത്തിയും അതുപോലെ അവളുടെ അമ്മായിയമ്മയും തമ്മിൽ നല്ല ഉടക്കായിരുന്നല്ലോ, ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നല്ല സ്നേഹമായിട്ടുണ്ട് എന്ന് തോന്നുന്നു, നിനക്കങ്ങനെ തോന്നിയോ ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയാം എനിക്കങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം ജലജ ഒരു കുത്തൂടെ കൊടുക്കുകയാണ്. കണ്ടോ ആ ചന്തു എന്ന് പറയുന്ന കൊച്ചിനെ ഇട്ട് അവരങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ്. നിൻ്റെ മോനെ ഒന്ന് ലാളിക്കാൻ പോലും അവർക്ക് നേരെയില്ല. നിൻ്റെ അമ്മായി എത്ര പ്രാവശ്യം വന്ന് നിൻ്റെ കുഞ്ഞിനെ എടുത്തില്ലല്ലോ. ആദർശിൻ്റെ ജാലസന്തതി എടുത്തുകൊണ്ട് നടക്കാൻ അവർക്ക് ഒരുപാട് നേരമുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നയനയും അതുപോലെ അവളുടെ അമ്മായിയമ്മയും തമ്മിലുള്ള ആ സ്വഭാവത്തിലെ മാറ്റമൊക്കെ എന്ന് പറയാണ്. അപ്പം നവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് പിടികിട്ടുകയാണ് കേട്ടോ. നവ്യയ്ക്ക് അറിയാം സത്യങ്ങളൊക്കെ. എന്താണെന്ന് വെച്ചാൽ കരൾ കൊടുത്തത് നയനയാണെന്നും അങ്ങനെ ദേവയാനി നയനയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നവ്യയ്ക്ക് അറിയാമല്ലോ. നവ്യ പക്ഷേ മറ്റുള്ളവരോടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നവ്യ ഈ വിവരം നേരെ ചെന്ന് പറയാണ് നയനയോട് പറയുന്നുണ്ട് നിങ്ങൾ 2 പേരും കൂടെ സ്നേഹമാണെന്നുള്ള കാര്യത്തിലൊക്കെ എൻ്റെ അമ്മായിയമ്മയ്ക്കും മറ്റുള്ളവർക്കൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങളിത് കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാതിരുന്നാൽ അവരെല്ലാ സത്യങ്ങളും അങ്ങ് അറിയുമെന്ന് പറയാണ്. അപ്പം നയന പറയാം എല്ലാ സത്യങ്ങളും അറിയണമെങ്കിൽ അറിയട്ടെ എന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട് അറിഞ്ഞോട്ടെ, ഞാനായിട്ടൊന്നും പറയാൻ പോയില്ല, അവർ സംശയമുള്ളത് കൊണ്ട് എന്നോട് വന്ന് കാര്യങ്ങൾ തിരക്കിയിട്ട് പോയി, ആ ഒരു സൂചന തരാനാണ് വന്നത്. ഇപ്പോഴും നിങ്ങൾ ഈ കൊച്ചിനെ സ്നേഹിച്ചിങ്ങനെ നടക്കുകയല്ലേ, 2 പേരും ആ കാര്യത്തിൽ എന്തൊരു യോജിപ്പാ, അതുകൊണ്ട് നോക്കിയും കണ്ട് നിന്നാൽ കൊള്ളാമെന്ന് പറയാം. അങ്ങനെ നവ്യ അങ്ങ് പോവുക ഈ സത്യങ്ങൾ പറഞ്ഞേച്ച്. അപ്പം നവ്യ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നയന നന്മ വരത്തിന് പേടിയാവുകയാണ്. ഇനിയിപ്പം ദേവയാനിക്ക് കരൾ കൊടുത്തത് ഞാനാണെന്ന് അവരറിഞ്ഞാലോ, അതുപോലെ തന്നെ സത്യങ്ങളെല്ലാം ബാക്കിയുള്ളവരും കൂടെ അറിഞ്ഞാൽ ഇനി അവരോടെ അറിയാനുള്ളൂ,
അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ആകെ മൊത്തം നാണക്കേടാവുമല്ലോ, അമ്മയുടെ മാനം പോലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും നയന ചെന്നിട്ട് ദേവയാനിയോട് പറയാം, അമ്മേ ഇങ്ങനെ ഒരു കാര്യം നവ്യേച്ചി വന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അമ്മ ഇനി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് സ്നേഹമൊന്നും കാണിക്കാൻ നിൽക്കണ്ട, പഴയതുപോലെ ദേഷ്യം കാണിച്ചാൽ മതി, ഇല്ലെങ്കിൽ അവരങ്ങ് തെറ്റിദ്ധരിക്കുമെന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് അഭിനയിക്കാനൊന്നും വയ്യ നയനെ, ഇനിയിപ്പോൾ അവരെന്ത് തെറ്റിദ്ധരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഇനി ഈ സത്യങ്ങളെല്ലാം അവളുമാരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇവിടെ ഇതൊക്കെ അറിയാൻ അവരും കൂടിയല്ലേ ഉള്ളൂ, അറിഞ്ഞോട്ടെ, അതിൻ്റെ പേരിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഉണ്ടാക്കിക്കോട്ടെ, അതിലൊന്നും ഞാൻ കാര്യമാക്കുന്നില്ലെന്ന് പറയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശിൻ്റെ സമയം വളരെ മോശമാണ്, ആദർശിന് ശനി ദശയാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പൂജകളൊക്കെ ചെയ്യണം, അതുകൊണ്ടാണ് ഇങ്ങനെ മാനക്കേടും കഷ്ടകാലവും ഒക്കെ വന്നു ചേരുന്നത്, അതുകൊണ്ട് പുരോഹിതനെ പോയി കാണണമെന്ന് പറയാണ്. അങ്ങനെ പുരോഹിതനെ പോയി കാണുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ആദർശ് നയനയൊക്കെ ആയിട്ട്. അങ്ങനെ പുരോഹിതൻ പറയുന്നുണ്ട്, അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിൽ ചില പൂജ, ദുർഗാ പൂജ പോലെയുള്ള പൂജകളൊക്കെ നടത്തണം, അതുപോലെ വ്രതമൊക്കെ എടുക്കണം ആദർശിന് വേണ്ടിയിട്ട്, ആദർശിൻ്റെ ഭാര്യ നയന എന്ന് പറയാണ്. അതുപോലെ ദേവയാനിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നേരത്തെ നേർന്ന വഴിപാടുകളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ ചെയ്യണം, അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പുരോഹിതൻ ഇങ്ങ് പറഞ്ഞു വിടുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നയനയോട്, മോള് തന്നെ ഇതെല്ലാം ചെയ്യണം, ചെയ്ത് ആദർശിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, കാരണം അവൻ്റെ സമയം മോശമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചന്തുമോളുടെ പേരിലാണേലും ഇത്രയധികം നാണക്കേടൊക്കെ കേൾക്കേണ്ടി വരുന്നത്, അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ മോളുടെ അമ്മായിയമ്മയ്ക്ക് അന്ന് കരളിന് ഓപ്പറേഷനൊക്കെ ചെയ്ത് കിടന്ന സമയത്തും അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറേ വഴിപാടുകൾ ചെയ്യാൻ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അതിനെന്താ മുത്തശ്ശ, ഞാനെല്ലാം ചെയ്തോളാം, ദുർഗാപൂജയൊക്കെ നടത്താം, വീട്ടിൽ വ്രതവും എടുത്തോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതേ സമയത്ത് നമ്മുടെ അബിയാണെങ്കിൽ ആകെപ്പാടെ ഏരി പീരി കൊണ്ട് നടക്കുകയാണ്. കാരണം അനങ്ങെങ്ങാനും അനങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ അബിക്ക് ആകെപ്പാടെ ടെൻഷനാണ്. അപ്പോൾ അബിയുടെ ഈ വെപ്രാളം കണ്ടിട്ട് ജലജ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ അബി, എന്താണ് നിനക്കൊരു വെപ്രാളം? കുറച്ച് ദിവസമായാലോ തുടങ്ങിയിട്ട്, നിനക്ക് കഴിഞ്ഞ ദിവസം വരെ ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ആദർശിൻ്റെ കാര്യത്തിൽ, ആദർശിൻ്റെ കൊച്ചാണ് ചന്തുമോളെന്ന് അറിഞ്ഞപ്പം നിനക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു, ഇപ്പം എന്താ നിനക്കൊരു വെപ്രാളം എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, വെപ്രാളമൊന്നുമില്ല അമ്മേ, എന്തൊക്കെയോ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ്, എനിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാമെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞതാണ്, പക്ഷേ അതൊന്നും തരുന്ന കാര്യത്തിലൊരു തീരുമാനമൊന്നും ആയിട്ടില്ല, അതൊക്കെ കൊണ്ടാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയാം. അപ്പോൾ ജലജ ചോദിക്കുക, എടാ കമ്പനിയിൽ എന്തോ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചെന്ന് കേട്ടല്ലോ, അത് നീ തന്നെയാണോടാ ചെയ്തത്? അന്നോട്ട് ഞാൻ നിന്നോട് ചോദിക്കണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ അബി പറയാം, അമ്മയെ ഇങ്ങനെ തുടങ്ങുവാണോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മ ഓർക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അതിനുള്ള അധികാരം അവകാശമൊന്നും എനിക്ക് കമ്പനിയിലില്ല എന്ന് പറയണം. അപ്പം ജലജ പറയാ, ചെയ്യാതിരുന്നാൽ നിനക്ക് കൊള്ളാം, ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കാം, പക്ഷേ നിന്നെ അവിടുന്ന് പുറത്താക്കും. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ചെയ്തത് അറിഞ്ഞിട്ടാണോ മുത്തശ്ശൻ നിനക്ക് വേറെ ബ്രാഞ്ചുകളുടെ ചുമതലയൊന്നും തരാത്തത്? എന്തൊക്കെ അന്വേഷണമോ മറ്റോ നടക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ കേട്ടല്ലോ. അപ്പോൾ അബി പറയാണ് കേട്ടോ, അന്വേഷണം, ഉദ്യോഗസ്ഥൻ വലിയ ഇതുള്ള ആളൊന്നും അല്ല, അതുകൊണ്ട് അന്വേഷണമൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുക, പിന്നെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? ഞാൻ അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതും ആദർശമായിരിക്കും, അതുകൊണ്ടല്ലേ മുത്തശ്ശൻ ആ കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണത്തിനൊന്നും മുൻകൈ എടുക്കാത്തത്. അപ്പോൾ പറയാണ് ജലജ, നിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നും പോരാ ബി, പിന്നെ ആദർശം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല, പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അബി പറയാം, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സ്വന്തം മകൻ്റെ തലയിൽ തന്നെ കത്തി വെക്കണം നമുക്ക് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോവാണ്. അപ്പോഴും ജലജയ്ക്കൊരു ചെറിയ സംശയമൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ അനാമിക അങ്ങ് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ട് നടക്കുക. അനിയുടെ ഈ സ്വഭാവം, അനിയാണെ അനാമിക ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ആകെ മൊത്തം ദേഷ്യമാണ്. അനാമികയാണെങ്കിൽ വീട്ടിൽ ചെന്ന് വേണുവിനോട് രേവതിയോടും അതുപോലെ പറയുന്നുണ്ട് കേട്ടോ അനിയുടെ കാര്യങ്ങളൊക്കെ. അനിയുടെ പോക്കൊന്നും അത്ര ശരിയല്ല, അവൻ എപ്പോഴും ആ നന്ദുവിനെ വിളിക്കുകയാണ്. ഇപ്പോൾ പക്ഷേ അവൾ കുറച്ച് ഫോണൊന്നും എടുക്കുന്നില്ല, അതിൻ്റെ ദേഷ്യം മുഴുവൻ അവൻ എന്നോടാണ് തീർക്കുന്നത്. നന്ദു ഇനി ഫോൺ എടുത്തില്ല, അവൻ അങ്ങോട്ട് ട്രെയിനിങ് ക്യാമ്പിലോട്ട് ചെല്ലുമെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ വേണു പറയാം, ചെല്ലട്ടെ, അവൻ അങ്ങോട്ട് ചെല്ലട്ടെ, മധുസൂദനൻ അവിടെ ഉണ്ടല്ലോ, അവനെ ഈ ഭംഗി കിട്ടോളൂ എന്ന് പറയണം. എന്നിട്ട് എന്തായി? ഇതുവരെ നന്ദുവിനെ ആ ക്യാമ്പിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ അച്ഛാ? എല്ലാ പ്രാവശ്യവും അച്ഛൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്, നനഞ്ഞ പടക്കം തന്നെയാണല്ലോ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് അനാമിക ചോദിക്കുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്ന് ധൃതി പിടിച്ചാലൊന്നും കാര്യം നടക്കില്ല, ഞാൻ നിന്നോട് പറഞ്ഞാലേ അനന്തപുരിയിൽ അടങ്ങി ഒതുങ്ങി നിന്ന് അനിയെ എങ്ങനെയെങ്കിലും മര്യാദയ്ക്കാക്കി എടുക്ക്, ഇല്ലെങ്കിൽ നിൻ്റെ അമ്മായിയമ്മയെങ്കിലും പിടിക്കുക, അവരുടെ പേരിലും കുറച്ച് പണവും സ്വത്തും ഒക്കെ കാണും, അതിൽ നിന്ന് കുറച്ച് വീതമെങ്കിലും അടിച്ചു മാറ്റാൻ
ഹും, അച്ഛനൊന്നും മിണ്ടാതിരുന്നോണം. അനിയെ എങ്ങനെ വളച്ചെടുക്കാനാണ് പറയുന്നത്? ഞാൻ ഇത്രയും നാളും അതിനൊക്കെയാണ് ശ്രമിച്ചത്. അവൻ അതിനൊന്നും വഴങ്ങില്ലെന്ന് കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ വഴിക്ക് പോയത്. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവൻ്റെ കാലും തിരുമ്മിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കണോ? അപ്പോൾ ഉടനെ തന്നെ പറയാണ് വേണു, അത് നീ കണ്ടില്ലേ, ആ ആദർശിനൊരു കൊച്ചുണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി നയന അവനെ സപ്പോർട്ട് ചെയ്ത് ആ കൊച്ചിനെ സ്വന്തം കൊച്ചായിട്ട് കൊണ്ട് നടക്കുന്നത്. അതെന്തിനാന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് അനാമിക, അതൊക്കെ എനിക്ക് മനസ്സിലായി. അവളെപ്പോഴൊന്നും അവൻ എനിക്ക് പറ്റില്ല. അവൾ അനന്തപുരിയിലെ സ്വത്ത് മാത്രം കണ്ടോണ്ടാ ആദർശ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ ആ കൊച്ചിനെ സ്വന്തം കൊച്ചായിട്ടൊക്കെ കൊണ്ട് നടക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് അച്ഛാ, അനിയെപ്പോലൊന്നും അല്ല ആദർശേട്ടനും അവളെ ജീവനാ. വേറെ ബന്ധത്തിലൊരു കൊച്ചുണ്ടായി പോയെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം നയന മാത്രമേ ഉള്ളൂ അങ്ങേരുടെ മനസ്സിൽ. അതുപോലാണോ അനി? ആ, വേണു പറയാണ്, ഇതെല്ലാം ശരിയാകും മോളെ. നീ കുറച്ചുകൂടി അവിടെ താങ്ങിയും തടഞ്ഞും ഒക്കെ നിൽക്ക്. നിൻ്റെ അമ്മായിയമ്മയെ നീ ഒരിക്കലും കൈവിടരുത്. അവരുടെ കയ്യിലും കുറേ സ്വത്തുപടമൊക്കെ ഉണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ കയ്യിലെങ്കിലും ആക്കാൻ നീ നോക്കണം. ഇല്ലേ, നമ്മളെ ഈ കല്യാണം കൊണ്ടുള്ള ലക്ഷ്യം അങ്ങ് പോകുമെന്ന് പറയാം. അപ്പം ഉടനെ തന്നെ പറയാണ് അനാമിക, ഉണ്ട്, എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം. അവരൊരു ഗതികെട്ട വീട്ടില്ല. അവരുടെ പേരിൽ 10 പൈസയുടെ സമ്പാദ്യമൊന്നുമില്ല. പിന്നെ അനന്തപുരി വന്നു കഴിഞ്ഞ് മുത്തശ്ശൻ വല്ലതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഉള്ളൂ. അതും കാര്യമായിട്ടൊന്നുമില്ല. അവർ നേരത്തെ ഭയങ്കര നന്മമാരായിരുന്നു. അതുകൊണ്ട് അവരവിഹിതമായിട്ടൊന്നും സമ്പാദിച്ച് വെച്ചിട്ടുമില്ല. പിന്നെ ഞാൻ എന്താ അവരോട് വാങ്ങേണ്ടതെന്ന് അച്ഛൻ പറയുന്നത്? അച്ഛനിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അവിടെ കിടന്ന് അനുഭവിക്കുന്നത് എന്താണെന്ന് അച്ഛൻ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി അങ്ങ് ആശ്വസിപ്പിക്കുക, മോളെ നീ വിഷമിക്കാതെ, നീ ഇങ്ങനെ കരയാതെ, നീ അങ്ങോട്ട് തന്നെ തിരിച്ചു പോ. അവിടെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ നോക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് അനാമികയെ ഉന്തിത്തള്ളി അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കനകയും ഗോവിന്ദനും ആകെ മൊത്തം ടെൻഷൻ. കാരണം ആദർശിൻ്റെ കാര്യത്തിൽ ഓർത്തിട്ട് തന്നെയാണ് കേട്ടോ. ആദർശിനോട് ഈർച്ചയും ദേഷ്യവും ഒക്കെ ഉണ്ട്. ഗോവിന്ദനും കനകയും കൂടെ പറയുന്നുണ്ട്, എന്നാലും ആദർശ് മോൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് കനക പറയാം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും അവന്, അല്ലാതെ അങ്ങനെ ഒരു സ്വഭാവമൊന്നും ആദർശിനില്ല. പിന്നെ നയന ഇപ്പോഴും അവന് സ്നേഹമൊക്കെയാണ്, ഇപ്പോഴും ജീവനാണ് നയന എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. നേരത്തെ എപ്പോഴെങ്കിലും പഠിച്ചുകൊണ്ടിരുന്ന സമയത്തോ മറ്റോ ഒരബദ്ധത്തിൽ വരാൻ ചെന്ന് ചാടിയതായിരിക്കും കനകെ. ഇതൊന്നും നീ വലിയ കാര്യമാക്കാൻ നിൽക്കണ്ട. നമ്മൾ തന്നെ ഇനി ഇതൊക്കെ പറഞ്ഞ് പരത്തി നാണക്കേടുണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇത് സഹിക്കും? എൻ്റെ നയന മോള്, അവളെപ്പോലെ ഒരു പാവം പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് വിഷമമുണ്ട്. നവ്യ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഒരു പ്രശ്നം തോന്നില്ലായിരുന്നു. കാരണം നവ്യയുടെ സ്വഭാവവും വിവാഹത്തിന് മുമ്പ് അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. അവളുടെ എടുത്തുചാട്ടവും അവളുടെ പ്രേമവും എല്ലാം ഭയങ്കര കേമമായിരുന്നു. എന്നാൽ നയന ഭാവമായിരുന്നു. നവ്യയ്ക്കിപ്പോൾ അബിയെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിന് എനിക്കൊരു വിഷമമൊന്നുമില്ല. അബിയുടെ സ്വഭാവം അങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നവ്യയ്ക്ക് വിധിച്ചത് അത് തന്നെയാണ്. പക്ഷേ ഇപ്പം അബി അങ്ങ് മാറിപ്പോയി കേട്ടോ. ഏതായാലും കുഞ്ഞുണ്ടായതോടുകൂടി അബിയുടെ സ്വഭാവം, മോശ സ്വഭാവമൊക്കെ അങ്ങ് മാറി നല്ല മനുഷ്യനായി. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ദേ ആദർശ് ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗോവിന്ദേട്ടാന്ന് പറയാം. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, കനക നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് എങ്ങനെയും ഇതിന് പരിഹാരം ഉണ്ടാകും. നമ്മുടെ മോള് തന്നെ ആദർശിനെ അംഗീകരിച്ചിരിക്കുകയല്ലേ. അവൻ തെറ്റ് ചെയ്തെങ്കിലും അതൊന്നും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അവർ സ്നേഹിച്ച് ജീവിക്കുകയല്ലേ. അതെങ്കിലും മോളെ നീ ഓർക്ക് എന്നൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അനന്തപുരിയിലെ പൂജകളൊക്കെ നടക്കുന്നത്. അപ്പോൾ പൂജകളൊക്കെ നടക്കാൻ പോകുമ്പം നയനോട് പറയുന്നുണ്ട് വ്രതം എടുക്കണം എന്നൊക്കെ. അങ്ങനെ നയന വ്രതത്തിലൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പം പൂജാമുറിയിൽ മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും ജലജ, ജാനകി, അനാമിക എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും കൂടെ വന്ന് നിന്ന് മുത്തശ്ശി വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. വിളക്ക് കത്തിച്ചിട്ട് മുത്തശ്ശി പറയാണ്, നയന മോളെ നീ ആരതി ഒഴിഞ്ഞോളാൻ പറയാണ് കേട്ടോ. നീയാണ് ഈ പൂജകളൊക്കെ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും. കാരണം നീ ആദർശിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നീയാണ് ഇതിന് അർഹ എന്നൊക്കെ മുത്തശ്ശി പറയാണ്. അപ്പോൾ ദേവയാനി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ്, മോളെ നയനെ നീ തന്നെ ചെയ്യതേ, മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയാം. അപ്പം നയന ആ വിളക്കൊക്കെ വാങ്ങിച്ചിട്ട് ആരതി ഉഴിയൊക്കെ ചെയ്യുക. അപ്പം ഇവർ വന്ന് നിൽക്കുകയല്ലേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ജലജ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക, തൊഴുത് നിൽക്ക് എന്ന് പറയുമ്പോൾ അവർക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നമ്മുടെ നയന ആരതി ഉഴിയുകയും പൂജ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ജലജ പറയാണ്, എന്തിനാ ഇവളെ കൊണ്ട് ചെയ്യിക്കുന്നത്? അമ്മയല്ലേ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാറ്, അമ്മയ്ക്ക് തന്നെ പൂജ ചെയ്തുകൂടെ, എന്തിനാ ഇവളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് ചോദിക്കുക ജലജ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനെന്താ നയനമോൾ ചെയ്തെന്ന് വെച്ച് നയനമോൾക്ക് അതിനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ അർഹതയുണ്ട്, അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പോൾ ജാനകി ചാടിക്കയറി എന്ന് പറയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്കാർക്കും അതിനുള്ള അർഹതയില്ലെന്നല്ലേ.
ദേ എൻ്റെ മരുമകൾ അനാമിക ഇവിടെ ഇല്ലേ, അവൾ വന്നിട്ട് ഒരു കാര്യങ്ങളും അവളെ ഏൽപ്പിച്ചിട്ടില്ല. ഈ പൂജയെങ്കിലും ചെയ്യാൻ അവളെ ഏൽപ്പിച്ചുകൂടായിരുന്നോ? അവളത് ചെയ്യില്ലായിരുന്നോ? അതെന്താ അവൾക്ക് അർഹതയില്ലേന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്, അനാമിക മോൾക്കും അർഹതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ നയന തന്നെയാണ് നല്ലത്. അവളല്ലേ ഇവിടെ ആദ്യം വിവാഹം കഴിഞ്ഞ് കയറി വന്ന പെൺകുട്ടിയെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ ജാനകി പറയാം, അങ്ങനെ ആദ്യം വന്നത് രണ്ടാമത് വന്നതെന്നുണ്ടോ? അവൾ എങ്ങനെയാണ് ഇവിടെ കയറി വന്നതെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലേ? മുഖം മറച്ച് കള്ള കല്യാണത്തിൽ കൂടെയല്ലേ അവളിവിടെ കയറി വന്നത്. എന്നിട്ടിപ്പം അവൾക്ക് ഇവിടുത്തെ സർവ്വ അധികാരങ്ങളും കൊടുക്കുകയാണ്. എൻ്റെ മരുമകൾ നല്ല അന്തസ്സും ആഭിജാതിയുള്ള കുടുംബത്തിൽ നിന്ന് നല്ല രീതിയിൽ ആലോചിച്ച് വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവന്നതാ. എന്നിട്ട് അവളെ ഇവിടെ ആർക്കും ഒരു പരിഗണനയും കൊടുക്കുന്നുമില്ല. അവളെ എന്തോ അനിഷ്ടം പോലെയാണ് എല്ലാവരും കാണിക്കുന്നതെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ജാനകി എനിക്ക് അങ്ങനെയൊന്നുമില്ല. അനാമിക മോളെന്നോ നവ്യെന്നോ നയനെന്നൊന്നും ഉള്ള വേർതിരിവില്ല. നിങ്ങളെ അങ്ങനെയൊക്കെയല്ലേ നോക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമല്ല, എല്ലാവരോടും വേർതിരിവ് നന്നായിട്ടുണ്ട്. നയന ഇപ്പം എല്ലാവരും എടുത്ത് തലയിൽ വച്ചിരിക്കുക. ഏടത്തേക്ക് നേരത്തെ നയന എന്ന് പറഞ്ഞാൽ കാണരുതായിരുന്നു, ഇപ്പം നയന മതി. നയനെ കൊണ്ട് ഈ പൂജ ചെയ്യിക്കാൻ ഏടത്തി മുമ്പിൽ നിൽക്കുകയാണ്. അപ്പം അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. എല്ലാവരും കൂടെ ഇവിടെ ചില നാടകങ്ങളൊക്കെ കളിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ ജലജ, ഞങ്ങൾ എന്ത് നാടകം കളിക്കാനാണ് ഇവിടെ? നിങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ? ആ, അത് തന്നെയാണ് ഞങ്ങൾക്ക് സംശയം. ഇപ്പോൾ ഇവിടെ ചിലരൊക്കെ നാടകം കളിക്കുന്നുണ്ടോയെന്ന്. കുറച്ച് നാളായിട്ട് നാടകം കളിച്ച് മെഴുകുകയായിരുന്നു എന്ന് പറയാണ്. അത് നമ്മുടെ ദേവിയാനെ കുത്തി തന്നെയാണ് പറയുന്നത്, നയനെ സ്നേഹിക്കുന്നത് വച്ചിട്ട്. അപ്പോൾ അനാമികയും പറയാം, ശരിയാ, വല്യമ്മ തന്നെ നോക്കിക്കേ. നേരത്തെ നയന എന്ന് പറയുമ്പം ആ പേര് കേൾക്കുന്ന തന്നെ അത് വല്യമ്മയ്ക്ക് ദേഷ്യമായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പോലും തയ്യാറല്ലായിരുന്നു. അങ്ങനെ നയനെ കൺമുന്നിൽ കാണരുതെന്ന് പോലും പറഞ്ഞ വല്യമ്മ ഇപ്പം നയനയെ ചേർത്ത് പിടിച്ചിരിക്കുക. രണ്ടുപേരും കൂടിയുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. പോരാത്ത ഇനിയിപ്പോൾ ആദർശേട്ടൻ്റെ കൊച്ചെന്നും പറഞ്ഞ് ഒരെണ്ണം വന്നിട്ടുണ്ടല്ലോ, അതിനെ എല്ലാവരും കൂടി എടുത്തങ്ങ് സ്നേഹിക്കുകയല്ലേ. ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുന്ന ഞങ്ങളാരും പൊട്ടന്മാരാണെന്ന് വിചാരിക്കൊന്നും വേണ്ട. അപ്പോൾ ദേവയാനി അങ്ങോട്ട് പറയുന്നുണ്ട്, എന്താ അനാമിക നീ പറയുന്നത്? നയനയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ച് അത് തെറ്റാണോ? നയന എൻ്റെ മകൻ്റെ ഭാര്യയല്ലേ. അവൾ വീട്ടിൽ പിണങ്ങിപ്പോയപ്പം ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മകന് വേണ്ടിയിട്ടാണ്. ആദർശന് നയനയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അവരത്ര സ്നേഹത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നത്. നീയും അനിയും കൂടെ പിണങ്ങിപ്പോയ സമയത്തും അനിയെ പല പ്രാവശ്യം നിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഞാനാണ്. എന്നിട്ട് നീ ഇപ്പം ഇങ്ങനെ സംസാരിക്കാവോ എന്ന് ചോദിക്കുമ്പം ഉടനെ ജാനകി പറയാണ്, ഏടത്തിക്ക് നല്ല മാറ്റമുണ്ട്, ഞാനത് പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഏടത്തി മരുമോളെ കുറേ ആയിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ വരുന്ന സമയത്തൊക്കെ പലഹാരങ്ങളൊക്കെ പ്രത്യേകമായിട്ട് മരുമകൾക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്കും തോന്നിയതാണ് എൻ്റെ മനസ്സിൽ, ഞങ്ങളെ പൊട്ടന്മാരാക്കുവാണോ എന്ന്. അപ്പം മുത്തശ്ശി പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ ഈ പൂജാമുറിയുടെ മുമ്പിൽ വെച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രസംഗം? പൂജ കഴിയട്ടെ, അതിനുശേഷം സംസാരിക്കും നിങ്ങൾ എന്ന് പറയാണ്. അങ്ങനെ പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ഇവർ നയനെ കുത്തി പറയാണ് കേട്ടോ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഗോവിന്ദൻ്റെ മകള് ഇവിടെ വന്ന് കള്ളക്കല്യാണത്തിൽ കൂടെ കയറിയതാ. അതുപോലും ഇപ്പോൾ ഏടത്തേക്കൊരു ചിന്തയില്ല, എങ്ങനെയാണ് നയനൊക്കെ വന്ന് കയറിയതെന്നുള്ള കാര്യം. ഇപ്പോൾ അവളാണ് ഇവിടുത്തെ ഐശ്വര്യലക്ഷ്മി, ഈ കുടുംബത്തിൻ്റെ നായിക, മൂത്ത മരുമകളായിട്ട് അവളെ അങ്ങ് അംഗീകരിച്ചിരിക്കുക എന്നൊക്കെ പറയുക ജലജ. അപ്പോൾ ദേവയാനി അങ്ങോട്ട് നയനെ ഇട്ട് കുത്തുന്ന കാണുമ്പോൾ ദേവയാനി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുക, എന്താ ജലജ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന് ചോദിക്കുക. അല്ല, കാണുന്നതിൻ്റെ ബാക്കിയാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതെന്ന് പറയുക ജലജ. അപ്പോൾ പറയണം, ആർക്കാ ഇവിടെ സംശയം? അനാമികയെ, നിനക്കാണോ സംശയം? ജാനകിക്കാണോ അതോ ജലജയ്ക്കോ? നിങ്ങൾക്ക് 3 പേർക്കും ആണോ അതോ ഇനി അബിക്കുണ്ടോ സംശയം എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ നവ്യ അവിടെ നിൽപ്പുണ്ട്. നവ്യക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നവ്യൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവരെല്ലാം കൂടെ പറയുന്നുണ്ട്, ഏടത്തി എല്ലാവരെയും വിചാരണ ചെയ്യാൻ പോവാണോ? ഏടത്തി ഞങ്ങളുടെ ഒപ്പം നിന്ന് ഇവളോട് എന്തെല്ലാം ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ടിപ്പം കൈയൊഴിയാണോ? ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒന്നായി നാടകം കളിക്കുക അല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ ദേവയാനി പറയാം, അതെ, നാടകം കളിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിലൊന്നും കളിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ഈ വീട്ടിൽ മറ്റാരുടെയും മുമ്പിൽ അത് കളിക്കുന്നുമില്ല. എന്താന്ന് വെച്ചാലേ, നയന ഇപ്പം എൻ്റെ മരുമകളല്ല, മകൾ തന്നെയാണ്. ഈ കുടുംബത്തിൽ ഇപ്പോൾ ആദർശിനേക്കാൾ ഏറെ ഞാൻ സ്നേഹിക്കുന്ന നയനെ തന്നെയാണ്. എന്താ ഞെട്ടലുണ്ടോ എന്ന് ചോദിക്കുമ്പം മൊത്തം ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഉടനെ ജാനകി പറയാം, അത് ഞങ്ങൾക്കും മനസ്സിലായി, ഇനിയിപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാണ്, അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. ഞാനന്ന് ജീവശവമായിട്ട് ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലടിച്ച് കിടന്നല്ലോ. അന്ന് എനിക്ക് കരൾ തരാനോ രക്തം തരാനോ നിങ്ങളെ ആരെയും കണ്ടില്ല, നിങ്ങളുടെ ആരുടെയും ഒരു സപ്പോർട്ടും കണ്ടില്ല.
അതേസമയം അതൊക്കെ ചെയ്തതേ ദേ ഇവളാ, എൻ്റെ മരുമകൾ. അവൾ ഒരു വാക്ക് പോലും അതിൻ്റെ പേരിൽ കണക്ക് പറഞ്ഞിട്ടില്ല. ഞാനിതൊന്നും അറിയരുതെന്ന് പറഞ്ഞ് ജീവിച്ചവളാ അവൾ. ഞാൻ അറിയാതിരിക്കാൻ അവർ മാക്സിമം അത് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ കരൾ തന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് ഈ ലോകം മുഴുവൻ നടന്നു. അവസാനം അത് കണ്ടെത്തി എൻ്റെ മരുമകളാണെന്ന്. അന്ന് മുതൽ ഞാൻ ഇവളെ സ്നേഹിക്കാൻ തുടങ്ങിയതാ, ഇവൾ അറിയാതെ പോലും. അതിനുശേഷം അറിഞ്ഞും ഞങ്ങൾ സ്നേഹിച്ചു. നിങ്ങളെയോടും ആരോടും ഇതിൻ്റെ ഒന്നും വിശദീകരണം തരേണ്ട കാര്യമില്ല. എൻ്റെ ജീവൻ ആപത്താക്കി ആശുപത്രി കിടക്കയിലാക്കിയ ചിലരൊക്കെ ഇവിടെയുണ്ട്. അതാരാണെന്നുള്ള കാര്യത്തിലൊക്കെ ഏകദേശ തീരുമാനം എൻ്റെ മനസ്സിലും ഉണ്ട്. പിന്നെ അതൊന്നും ചൊറിഞ്ഞെടുക്കാൻ ഞാനില്ല. വെറുതെ ഒന്നും ആ പാല് കുടിച്ച ഞാൻ ആശുപത്രിയിൽ എത്തില്ല എന്ന് പറയുമ്പോൾ അനാമിക അങ്ങ് കുനിഞ്ഞ് നിൽക്കുകയാണ്. അനാമികയല്ലേ പാലിൽ വിഷം ചേർത്ത് വെച്ചത്. എന്നിട്ട് പിന്നെ ദേവയാനി ചോദിക്കുക, ഇനി ബാക്കി കഥയും കൂടെ അറിയണോ? ഞാൻ ആശുപത്രിയിലായ കഥ എന്ന് പറയാണ്. നയനയാണ് എനിക്ക് കരള് തന്നത്. ഇനിയിപ്പം ഞാൻ ഏറ്റവും അധികം ഇവിടെ സ്നേഹിക്കുന്നതും നയനയാണ്. എനിക്കിപ്പോൾ അവളെ കാണാതിരിക്കാൻ വയ്യ. ആദർശിനേക്കാളേറെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ മകള് തന്നെയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരുത്തിയും ചോദ്യം ചെയ്ത് വരണ്ട. ഞാനും നയനയും ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനി ആ വഴക്കുണ്ടാക്കാൻ ഇരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്ന് പറയുക. അങ്ങനെ ആ അടിപൊളി ഡയലോഗ് ദേവയാനി അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ അന്തം വിട്ട് നിൽക്കുക. ഇനി നമ്മുടെ പണിയൊന്നും നടക്കില്ലല്ലോ, നയനയ്ക്കെതിരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ 3 കൂടെ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്